ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രൊഫസർ ഇ ശ്രീധരൻ്റെയും കെ പി ദേവദാസിൻ്റെയും ലോക ചരിത്രത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് മൈക്കൽ മോണ്ടെയിനെ കുറിച്ചാണ്. 1552 മുതൽ 36 വർഷം കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും മതത്തിൻ്റെ പേരിൽ പരസ്പര ധ്വംസനം നടത്തുകയായിരുന്നു. 1552 മുതൽ 36 വർഷക്കാലം കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും മതത്തിൻ്റെ പേരിൽ പരസ്പര കലഹം നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഫ്രാൻസിൽ മോണ്ടെയിനാകട്ടെ ദന്തഗോപുരത്തിൽ കഥകടച്ചിരുന്ന് പ്രബന്ധങ്ങൾ എഴുതുകയായിരുന്നു. ആത്മാർത്ഥമായ മോണ്ടെയിൻ പ്രബന്ധങ്ങൾ ആത്മനിഷ്ഠമായിട്ടുള്ള പ്രബന്ധങ്ങളായിരുന്നു. ലാംബ്, എഡിസൺ, എമേഴ്സൺ, ബേക്കൺ എന്നിങ്ങനെ ആവിഷ്കരണത്തിലൂടെയും പ്രകൃതി അപഗ്രഹത്തിലൂടെയും വായനക്കാരന് ജ്ഞാനോദയവും അനുഭൂതിയും ഒപ്പം പ്രദാനം ചെയ്യുകയെന്ന അത്യത്ഭുതം കാണിച്ചവരുടെയെല്ലാം ആചാര്യൻ മോണ്ടെയിനാണെന്ന് സംശയലേശമെന്നേ നമുക്ക് രേഖപ്പെടുത്താൻ കഴിയും. അപ്പോൾ ആത്മാർത്ഥമായിട്ടുള്ള മോണ്ടെയിൻ പ്രബന്ധങ്ങൾ ആത്മനിഷ്ഠവുമായിരുന്നു. ലാംബ്, എഡിസൺ, എമേഴ്സൺ, ബേക്കൺ എന്നിങ്ങനെ ആവിഷ്കരണത്തിലൂടെയും പ്രകൃതി അപഗ്രഥനത്തിലൂടെയും വായനക്കാരൻ്റെ ജ്ഞാനോദയവും അനുഭൂതിയും ഒപ്പം പ്രദാനം ചെയ്യുകയെന്ന ഒരു അത്യത്ഭുതം കാണിച്ചവരുടെയും ആചാര്യൻ എന്ന് ആരെ വിശേഷിപ്പിക്കപ്പെടുന്നു? മോണ്ടെയിനെ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. വേദന, മരണം എന്നിവയെ എങ്ങനെ നേരിടാമെന്ന് മോണ്ടെയിൻ പ്രബന്ധങ്ങളുടെ തത്വചിന്ത നമ്മെ ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ വേദന, മരണം എന്നിവയെ എങ്ങനെ നേരിടാമെന്ന് അദ്ദേഹത്തിൻ്റെ പ്രബന്ധങ്ങളിൽ അടങ്ങിയ തത്വചിന്ത നമ്മളെ ഉപദേശിക്കുന്നുണ്ട്. തത്വചിന്ത നല്ല വിദ്യാഭ്യാസത്തിന് അനിവാര്യമാണെന്ന് അദ്ദേഹം വാദിച്ചു. ദേശാടനവും ചരിത്രപഠനവും വിദ്യാഭ്യാസത്തിൽ പ്രധാനമാണെന്ന് അദ്ദേഹം സ്ഥാപിച്ചു. മനുഷ്യന് കേവല ജ്ഞാനമോ ആത്യന്തിക സത്യമോ ഉണ്ടെന്ന് അവകാശപ്പെടാൻ കഴിയില്ലെന്നും മതം പോലും അവൻ്റെ ഊഹം മാത്രമാണെന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. ഈ സംശയവാദം മോണ്ടെയിൻ എന്ന നവോത്ഥാന ചിന്തകനെ പിൽക്കാലത്തെ നിഘണ്ടുകാരന്മാരുടെയും യുക്തിവാദികളുടെയും ആചാര്യനാക്കി മാറ്റി. ഇനി ഇംഗ്ലണ്ടിൽ നവോത്ഥാന സാഹിത്യത്തിൻ്റെ മേഖലയിൽ സംഭാവന നൽകിയവരാരെല്ലാം എന്ന് നോക്കാം. ഫ്രാൻസിനെ പോലെ ഇംഗ്ലണ്ടിലും നവോത്ഥാനം പ്രകടമായത് ഒരു ദേശീയ സാഹിത്യത്തിൻ്റെ വികാസത്തിലാണ്. പ്രത്യുത ക്ലാസിക്കുകളുടെ ശുദ്ധ വിവർത്തനങ്ങളുടെയോ അന്ധമായ അനുകരണങ്ങളുടെയോ അല്ല. 1362 ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായി മാറി. അതിനു മുമ്പ് തന്നെ സാഹിത്യകാരന്മാർ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രാൻസിൽ എന്ന പോലെ ഇംഗ്ലണ്ടിലും നവോത്ഥാനം പ്രകടമായത് ഒരു ദേശീയ സാഹിത്യത്തിൻ്റെ വികാസത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ക്ലാസിക്കുകളുടെ ശുദ്ധ വിവർത്തനങ്ങളുടെയോ അന്ധമായ അനുകരണങ്ങളുടെയോ അല്ല വളർന്നു വന്നിട്ടുള്ളത്. 1362 ഇംഗ്ലീഷ് ഒരു ഔദ്യോഗിക ഭാഷയായി മാറി. അതിനു മുമ്പ് തന്നെ സാഹിത്യകാരന്മാർ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഒരു സാഹിത്യകാരനാണ് ജോഫ്രെ ചോസർ. 1340 മുതൽ 1400 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ഇംഗ്ലീഷ് ഭാഷയുടെ ശക്തി സൗന്ദര്യങ്ങളെ പ്രയോജനപ്പെടുത്തിയ പ്രഥമ കവി എന്ന ആദരവിന് അദ്ദേഹം അർഹനായി. ഇറ്റലിയിലേക്കും ഫ്രാൻസിലേക്കും നടത്തിയ നിരന്തര യാത്രകൾ കാൻറ്റർബറി കഥകളെന്നും കവിതാ ചരിത്ര പരമ്പരകളിലെ കഥാപാത്രങ്ങളെ വൈവിധ്യവുമുള്ള മനുഷ്യരുടെ യഥാതഥന കഥകളുമാക്കി തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയുടെ ശക്തി സൗന്ദര്യങ്ങൾ പ്രയോജനപ്പെടുത്തിയ പ്രഥമ കവി എന്ന ആദരവിന് ആര് പാത്രമായി? ചോസർ പാത്രമായി. ഇറ്റലിയിലേക്കും ഫ്രാൻസിലേക്കും നടത്തിയ നിരന്തര യാത്രകൾ കാൻറ്റർബറി കഥകളെന്ന കവിതാ ചരിത്ര പരമ്പരകളിലെ കഥാപാത്രങ്ങളെ വൈവിധ്യവുമുള്ള മനുഷ്യരുടെ കഥകളാക്കിയിട്ട് തീർത്തിട്ടുണ്ട്. അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് ഇറ്റലിക്കാർ നടത്തിയ വൈജ്ഞാനിക തീർത്ഥയാത്രയെ പോലെ 15-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷുകാരും ഇറ്റലിയിൽ നിന്ന് ക്ലാസിക്കൽ കൃതികളുടെ കയ്യെഴുത്തു പ്രതികൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് ഇറ്റലിക്കാർ നടത്തിയ വൈജ്ഞാനിക തീർത്ഥയാത്ര പോലെ തന്നെ 15-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷുകാരും ഇറ്റലിയിൽ നിന്ന് ക്ലാസിക്കൽ കൃതികളുടെ കയ്യെഴുത്തു പ്രതികൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. യാഥാസ്ഥികത്തിൽ നിന്ന് ചിന്തയ്ക്ക് മോചനമേകിയെന്നാണ് ഗ്രോസിന്, ലിനഗർ, ലിലി കോളറ്റ്, തോമസ് മൂർ എന്നീ പ്രമുഖരായുള്ള ഇംഗ്ലീഷ് മനുഷ്യവാദത്തിൻ്റെ മഹത്തായ നേട്ടമെന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് തോമസ് മൂറിനെ കുറിച്ചാണ്. 1478 മുതൽ 1535 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. 15 വയസ്സിൽ ഓക്സ്ഫോർഡിലെത്തിയ മൂറ് ക്ലാസിക്കൽ സാഹിത്യത്തിൽ നിന്ന് മുക്തനായി. 21-ാം വയസ്സിൽ ഇറാസ്മസിനെ ചെന്ന് കണ്ടു. മനുഷ്യവാദത്തിൻ്റെ മാന്ത്രിക ശക്തിയിൽ അകപ്പെട്ടു. 1516 എഴുതിയ ഉട്ടോപ്പിയയിൽ ആ നൂറ്റാണ്ടിനിണങ്ങുന്ന
നാദമേയല്ല നാം കേൾക്കുന്നത്. പുതിയ ലോകത്തെങ്ങോ ഉള്ള ഉട്ടോപ്പിയ എന്ന സാങ്കല്പിക ദ്വീപിൽ ലളിതമായൊരു കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയിൽ മനുഷ്യരാശിയെ അലട്ടുന്ന മൗലിക പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം നേടിയ മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്. സമ്പത്ത് മുഴുവനും അവിടെ പൊതുമേഖലയിലാണ്. അതിനാൽ അവിടെ കള്ളവുമില്ല, ചതിയുമില്ല. ചൂഷണത്തിൻ്റെ മാധ്യമമായ നാണയ വ്യവസ്ഥയുമില്ല അവിടെ. ലളിതമായ ഏതാനും നിയമങ്ങളാണ് അവിടെ ജനതയെ ഭരിക്കുന്നത്. ഏകഭാരിത്വം, പൊതുജനാരോഗ്യം, വിദ്യാഭ്യാസം, മതസ്വാതന്ത്ര്യം എന്നിവയിൽ നിഷ്കർഷത പുലർത്തുന്ന ഉട്ടോപ്പിയയിൽ 30 കുടുംബങ്ങൾക്ക് ഒരു വർഗമേധാവിയും 10 വർഗമേധാവികൾക്ക് ഒരു മുഖ്യ മേധാവിക്ക് ഒരു രാജാവും തിരഞ്ഞെടുപ്പ് വ്യവസ്ഥയിൽ നിയമിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അനിവാര്യ സാഹചര്യങ്ങളിൽ നന്മയ്ക്ക് വേണ്ടി യുദ്ധം നടത്തേണ്ടി വന്നേക്കാമെങ്കിലും അത് വർജ്യമാണ് അവർക്ക്. അപ്പോൾ എന്താണ്, 15-ാം വയസ്സിൽ ഓക്സ്ഫോർഡിലെ വ്യക്തിയായിരുന്നു ആര്? തോമസ് മൂർ. അദ്ദേഹം ക്ലാസിക്കൽ സാഹിത്യത്തിൽ നിന്ന് മുക്തനായിട്ട് 21 വയസ്സായപ്പോഴത്തേക്കും ഇറാസ്മസിനെ ചെന്ന് കണ്ടു. അതിനുശേഷം മനുഷ്യവാദത്തിൻ്റെ മാന്ത്രിക ശക്തിയിൽ അദ്ദേഹം അകപ്പെട്ടു. 1516 അദ്ദേഹം ഉട്ടോപ്പിയ എന്നൊരു കൃതി എഴുതുന്നുണ്ട്. ഈ കൃതിയിൽ ഒരിക്കലും ആ കാലത്തിനിണങ്ങുന്ന രീതിയിലായിരുന്നില്ല രചനകൾ ഉണ്ടായിരുന്നത്. മറിച്ച് ഉട്ടോപ്പിയ എന്ന ഒരു സാങ്കല്പിക ദ്വീപിൽ ലളിതമായൊരു കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയിൽ മനുഷ്യരാശിയെ അലട്ടുന്ന മൗലിക പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം നേടിയ മനുഷ്യരെയാണ് അവിടെ ചിത്രീകരിക്കുന്നത്. അപ്പോൾ സമ്പത്ത് മുഴുവൻ അവിടെ പൊതുമേഖലയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ കള്ളവുമില്ല, ചതിയുമില്ല. ചൂഷണത്തിൻ്റെ മാധ്യമമായ നാണയ വ്യവസ്ഥയും അവിടെ ഇല്ല. ലളിതമായ ഏതാനും നിയമവ്യവസ്ഥകളാണ് അവിടെ ജനങ്ങളെ ഭരിക്കുന്നത്. ഏകഭാരിത്വം, പൊതുജനാരോഗ്യം, വിദ്യാഭ്യാസം, മതസ്വാതന്ത്ര്യം എന്നിവയിൽ നിഷ്കർഷത പുലർത്തുന്ന ഉട്ടോപ്പിയയിൽ 30 കുടുംബങ്ങൾക്ക് ഒരു വർഗമേധാവിയും 10 വർഗമേധാവികൾക്ക് ഒരു മുഖ്യമേധാവിക്കൊരു രാജാവും തെരഞ്ഞെടുപ്പ് അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടുന്നു. അനിവാര്യ സാഹചര്യങ്ങളിൽ നന്മയ്ക്ക് വേണ്ടി യുദ്ധം നടത്തേണ്ടി വന്നേക്കാമെങ്കിലും അതും അവിടെ വർജ്യമാണ്. ഈ രീതിയിലുള്ള ഒരു കഥയാണ് ഉട്ടോപ്പിയ എന്ന നോവലിലുള്ളത്. അപ്പോൾ വിനോദത്തിന് വേണ്ടി എഴുതപ്പെട്ടതാണ് ഉട്ടോപ്പിയ എന്നത് മൂർ തൻ്റെ മുഖവുരയിൽ പറയുന്നുണ്ടെങ്കിലും 19-ാം നൂറ്റാണ്ടിൽ തൻ്റെ സിദ്ധാന്തങ്ങൾക്ക് ഒരു കരുത്തനായ വക്താവ് ഉണ്ടാകുമെന്നോ 20-ാം നൂറ്റാണ്ട് ആ തത്വചിന്തയിൽ പ്രകമ്പനം കൊള്ളുമെന്നോ പരിഹാസത്തിൻ്റെ ശരവർഷങ്ങളിലൂടെ സ്വരാജ്യത്തെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക വ്യവസ്ഥയെ നിശിതമായി വിമർശിച്ച തോമസ് മൂർ കഴുമരത്തിലേറുമ്പോൾ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അതായത് ഈ ഒരു അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിൽ അധിഷ്ഠിതമായ ഒരു ലോകം പുലരുമെന്ന് അദ്ദേഹം ഒരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. എഡ്മണ്ട് സ്പെൻസറെ കുറിച്ചാണ് പറയുന്നത്. 1552 മുതൽ 1599 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. പെട്രാർക്കിലൂടെയാണ്, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഗീതങ്ങളിലൂടെയാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഇറ്റാലിയൻ സ്വാധീനം ഉണ്ടായിട്ടുള്ളത്. ഹോമറും വെർജിലും ക്ലാസിസവും കാൽപ്പനികത്വവുമെല്ലാം സമന്വയിപ്പിക്കുന്നത് സ്പെൻസറിലാണ്. തൻ്റെ ഫെയറി ക്യൂൻ എന്ന കൃതിയിലൂടെ സ്പെൻസർ മാതൃകായോഗ്യമാക്കി ചിത്രീകരിക്കുന്നത് മനുഷ്യകാല സംസ്കാരത്തിൻ്റെ മുഖമുദ്രയായ മര്യാദ എന്നുള്ളതാണ്. അപ്പം പെട്രാർക്കിലൂടെയാണ്, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഗീതങ്ങളിലൂടെയാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഇറ്റാലിയൻ സ്വാധീനം ഉണ്ടായിട്ടുള്ളത്. ഹോമറും വെർജിലും ക്ലാസിസവും കാൽപ്പനികത്വവുമെല്ലാം സമന്വയിപ്പിക്കുന്നത് സ്പെൻസറിലാണ്. തൻ്റെ ഫെയറി ക്യൂൻ എന്ന കൃതിയിലൂടെ സ്പെൻസർ മാതൃകായോഗ്യമാക്കി ചിത്രീകരിക്കുന്നത് മധ്യകാല സംസ്കാരത്തിൻ്റെ മുഖമുദ്രയായ മര്യാദയാണ്. ഇനി ക്രിസ്റ്റഫർ മാർലോയെക്കുറിച്ച് 1564 മുതൽ 1593 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. എലിസബത്ത് രാജ്ഞിയുടെ കാലത്തെ ഇംഗ്ലീഷ് സാഹിത്യം വിജയക്കൊടി പാറിച്ചത് നാടകത്തിലാണ്. മാർലോയും ഷേക്സ്പിയറും ഏകകാലത്ത് പ്രത്യക്ഷപ്പെട്ടെങ്കിലും പൂർണ്ണമായി വിടരും മുമ്പ് മാർലോ കൊഴിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. അധികാരമോഹം, ജിജ്ഞാസ, കീർത്തിസ്പൃഹ, ധനതൃഷ്ണ, അവിശ്രാന്തത എന്നിങ്ങനെ നവോത്ഥാനത്തിൻ്റെ മുഖ്യ ഘടകങ്ങളുടെ എല്ലാം രത്നചുരുക്കമാണ് 29 കൊല്ലത്തെ ജീവിതം കൊണ്ട് ഇംഗ്ലീഷ് നാടകവേദിയെ പിടിച്ചുകുലുക്കിയ അദ്ദേഹത്തിൻ്റെ കൃതികളെന്ന് പറയുന്നത്. വില്യം ഷേക്സ്പിയറെ കുറിച്ച് നോക്കാം. 1564 മുതൽ 1614 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. മനുഷ്യപ്രകൃതിയുടെ സമസ്ത പ്രേരണകൾക്കും മനുഷ്യവികാരത്തിൻ്റെ സകല ഭാവങ്ങൾക്കും പ്രദർശനശാല ഒരുക്കിയതാണ് ഷേക്സ്പിയറിൻ്റെ കൃതികൾ. വികാര തീവ്രതയും ആഴവും പ്രയോഗ നൈപുണ്യവും സംഗീതാത്മകതയും ആദ്യകാല കൃതികളിൽ പോലും വിളംബരം ചെയ്തുകൊണ്ട് അരങ്ങിനു വേണ്ടി കൃതി എഴുതിയ ഷേക്സ്പിയറുടെ ജീവിത ദർശനം പൂർണ്ണമായി വികസിക്കുന്നത് ദുരന്ത നാടകങ്ങളിലായിരുന്നു. അധികാരതൃഷ്ണയും പ്രതികാരവാഞ്ഛയും ഭീതി, വാത്സല്യ ദുശ്ശകങ്ങളിലൂടെ എങ്ങനെ വളർന്ന ജീവിതത്തെ ബാധിക്കുമെന്ന് നന്മകളേക്കാൾ തിന്മകളാണേറെ എന്ന വീക്ഷണത്തിൽ വിരചിക്കപ്പെട്ട ഹാംലെറ്റിലൂടെ മാത്രമല്ല ഷേക്സ്പിയർ കാണിച്ചു തരുന്നത്. അപ്പോൾ മനുഷ്യപ്രകൃതിയുടെ സമസ്ത പ്രേരണകൾക്കും മനുഷ്യവികാരത്തിൻ്റെ സകല ഭാവങ്ങൾക്കും
പ്രദർശനശാല ഒരുക്കുകയാണ് ഇത് ഷേക്സ്പിയർ കൃതികൾ. വികാര തീവ്രതയും ആഴവും പ്രയോഗ നൈപുണ്യവും സംഗീതാത്മകതയും ആദ്യകാല കൃതികളിൽ പോലും വിളംബരം ചെയ്തുകൊണ്ട് അരങ്ങിനു വേണ്ടി കൃതി എഴുതിയ ഷേക്സ്പിയറുടെ ജീവിത ദർശനം പൂർണ്ണമായി വികസിക്കുന്നത് ദുരന്ത നാടകങ്ങളിലാണ്. അധികാര തൃഷ്ണയും പ്രതികാരവാഞ്ചയും ഭീതി വാത്സല്യ ദുശ്ശങ്ങളിലൂടെ എങ്ങനെ വളർന്ന് ജീവിതത്തെ ബാധിക്കുമെന്നാണ് തിന്മകളാണേറെ എന്ന വീക്ഷണത്തിൽ രചിക്കപ്പെട്ട ഹാംലെറ്റിലൂടെ മാത്രമല്ല ഷേക്സ്പിയർ കാണിച്ചു തരുന്നത്. മാക്ബത്ത്, കിങ് ലിയർ, ഒതല്ലോ എന്നീ നാടകങ്ങളിലൊക്കെ പറയാനുള്ളത് പ്രതികൂല ഭാവങ്ങൾ ജീവിതത്തിൻ്റെ ശാന്തതയെ ഭഞ്ചിക്കുന്നത് എങ്ങനെയെന്ന് തന്നെയാണ്. അഗാധങ്ങളിലേക്ക് അപഗ്രഹിച്ചെത്താനുള്ള ഷേക്സ്പിയറുടെ അമാനുഷിക പ്രതിഭ കാലദേശ സീമകളെ വെല്ലുവിളിച്ചുകൊണ്ട് ജീവിക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല. അതായത് കാലം, ദേശം എന്നീ അതിരുകൾക്കൊക്കെ അപ്പുറത്തേക്ക് ഷേക്സ്പിയറിൻ്റെ നാടകങ്ങൾ പ്രചരിക്കാൻ തുടങ്ങി. ഇനി നമുക്ക് പറയാനുള്ള ജോൺ മിൽട്ടനെ കുറിച്ചാണ്. മനുഷ്യവാദിയും പ്യൂരിറ്റനുമായിരുന്ന മിൽട്ടൺ രാജാവിൻ്റെ ചെയ്തികൾക്ക് പ്രജകളോടുള്ള ഉത്തരവാദിത്തം പ്രഖ്യാപിച്ച കവിയായിരുന്നു. മനുഷ്യവാദിയും പ്യൂരിറ്റനുമായിരുന്നു ആര്? മിൽട്ടൺ. അപ്പോൾ രാജാവിൻ്റെ ചെയ്തികൾക്ക് പ്രജകളോടുള്ള ഉത്തരവാദിത്തം പ്രഖ്യാപിച്ച കവിയായിരുന്നു ആര്? മിൽട്ടൺ. രാജവാഴ്ചയുടെ പുനഃസ്ഥാപനത്തോടു കൂടി 1660 ആശാഭംഗം സംഭവിച്ച ആ രാഷ്ട്രീയ പ്രവർത്തകന് എല്ലാം നഷ്ടപ്പെട്ടെന്ന് സന്തപിച്ചെങ്കിലും നഷ്ടപ്പെട്ട സ്വർഗം എഴുതി എല്ലാം നേടുകയാണ് ഉണ്ടായത്. 1664 അദ്ദേഹം നഷ്ടപ്പെട്ട സ്വർഗം എന്ന കൃതി എഴുതുന്നത്. അപ്പോൾ രാജവാഴ്ചയുടെ പുനഃസ്ഥാപനത്തോടു കൂടി, അതായത് 1660 ആശാഭംഗം സംഭവിച്ച ആ രാഷ്ട്രീയ പ്രവർത്തകന് അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ടെന്ന് അദ്ദേഹം കരുതിയെങ്കിലും നഷ്ടപ്പെട്ട സ്വർഗം എന്ന കൃതി എഴുതിക്കൊണ്ട് അദ്ദേഹം എല്ലാം നേടിയെടുക്കുകയാണ് ചെയ്തത്. 1664 ആ കൃതി എഴുതിയിട്ടുള്ളത്. ക്ലാസിക് രീതിയിൽ എഴുതിയ അവസാനകാല കൃതിയായ സാംസൺ അഗോനിസ്റ്റവും നഷ്ടബോധത്തിൻ്റെ സന്തതിയാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലുള്ള വിശ്വാസമാണ് മിൽട്ടൻ്റെ പ്രൊട്ടസ്റ്റാനിസം. ജൂത പ്രവാചകരുടെ ധർമ്മരോക്ഷത്തിൻ്റെ പ്രതിഫലനമാണ് മിൽട്ടൻ്റെ പ്യൂരിറ്റാനിസം. പൗരാണിക ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ സ്വാധീനം മിൽട്ടനെ ശക്തിയുടെ കവിയും മനുഷ്യൻ്റെ ബുദ്ധിപരവും രാഷ്ട്രീയവുമായ സ്വാതന്ത്ര്യത്തിൻ്റെ കരുത്തനായ വക്താവുമാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ മനുഷ്യവാദിയും പ്യൂരിറ്റനുമായിരുന്ന മിൽട്ടൺ രാജാവിൻ്റെ ചെയ്തികൾക്ക് പ്രജകളോടുള്ള ഉത്തരവാദിത്തം പ്രഖ്യാപിച്ച കവിയായിരുന്നു. രാജവാഴ്ചയുടെ പുനഃസ്ഥാപനത്തോടു കൂടി അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ടെന്ന് കരുതിയെങ്കിലും 1664 അദ്ദേഹം നഷ്ടപ്പെട്ട സ്വർഗം എന്ന കൃതി എഴുതുന്നതോടുകൂടി അദ്ദേഹത്തിന് എല്ലാം നേടാൻ കഴിയുകയാണ് ചെയ്തത്. ക്ലാസിക് രീതിയിൽ എഴുതിയ അവസാനകാല അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഇത്, സാംസൺ അഗോനിസ്റ്റ. ഇത് നഷ്ടബോധത്തിൻ്റെ സന്തതിയായ ഒരു കൃതിയാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലുള്ള വിശ്വാസമാണ് മിൽട്ടൻ്റെ പ്രൊട്ടസ്റ്റാനിസം എന്ന് പറഞ്ഞാൽ. ജൂതപ്രവാചകരുടെ ധർമ്മരോക്ഷത്തിൻ്റെ പ്രതിഫലനമാണ് മിൽട്ടൻ്റെ പ്യൂരിറ്റാനിസം. പൗരാണിക ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ സ്വാധീനം മിൽട്ടനെ ശക്തിയുടെ കവിയും മനുഷ്യൻ്റെ ബുദ്ധിപരവും രാഷ്ട്രീയവുമായ സ്വാതന്ത്ര്യത്തിൻ്റെ കരുത്തനായ വക്താവുമാക്കി മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് നവോത്ഥാനം കലയുടെ മേഖലയിൽ എങ്ങനെയാണ് പ്രതിഫലിച്ചതെന്ന് നോക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.